ഹായ് വളരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചു. റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ മുതൽ നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടെ ശ്രദ്ധയോടെ മാത്രം ചെയ്തില്ലെങ്കിൽ പണി പാളും എന്ന കാര്യം ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണും. കാരണം നിങ്ങൾ ഇന്ന് 10 മണിക്ക് അക്ഷയ കേന്ദ്രങ്ങളോ മറ്റ് കമ്പ്യൂട്ടർ സെന്ററുകളോ ഓപ്പൺ ആകുന്നത് മുതൽ നിങ്ങൾ നേരെ പോകുന്നത് നിങ്ങളുടെ ടീമിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ലെങ്തിയാണ്, ബട്ട് നിങ്ങൾ മുഴുവനും കാണുക. എന്നാൽ മാത്രമേ എന്താണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന കംപ്ലീറ്റ് ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും. നിങ്ങൾ ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി അവിടുത്തെ ഒരു ആള് പറയുന്നത് അനുസരിച്ച് ചെയ്യേണ്ട കാര്യമേ അല്ല ഇത്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഫുൾ ഇൻക്ലൂഡ് നിങ്ങളുടെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇന്നലെ നമ്മുടെ സിഇയുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വിദ്യാർത്ഥികളും അത് വായിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം അത് അത്യാവശ്യം ലെങ്തി ആയതുകൊണ്ട് ജസ്റ്റ് ഫസ്റ്റ് പോർഷനും ലാസ്റ്റ് ഡേറ്റും മാത്രം നോക്കിയ വിദ്യാർത്ഥികളായിരിക്കും നിങ്ങളിൽ ഭൂരിപക്ഷവും. പക്ഷെ അത് മുഴുവനായും എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടൂ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റുകൾക്കായി ഞങ്ങളോടൊപ്പം തുടർന്നോളൂ. അപ്പോൾ നമ്മുടെ വിജ്ഞാപനത്തിൽ കറക്റ്റ് പറയുന്ന ഒരു കാര്യം 16/7/2025 രാവിലെ 11 മണി വരെ www.cee.kerala.government.in എന്ന് പറയുന്ന നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുവാനുള്ള സമയം ലഭിക്കുന്നതാണ്. അതായത് ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങി കഴിഞ്ഞു, 16-ാം തീയതി അത് എൻഡ് ചെയ്യും. പിന്നെ അതിൽ മെയിൻലി പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് കൂടിയ റാങ്ക് ആയാൽ പോലും ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ നേടാൻ പറ്റില്ല. ഈ ഘട്ടത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള ഓപ്ഷനുകൾ തുടർന്നുള്ള ഘട്ടങ്ങളിൽ പുതുതായി നൽകാൻ സാധിക്കുന്നില്ല. അതായത് നിങ്ങളിപ്പോ ഒരു ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് എന്ന രീതിയിൽ നിങ്ങൾ മൈൻഡ് സെറ്റ് വയ്ക്കരുത്. അതിനെപ്പറ്റി ഒന്നും നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഇതുവരെയും കാണിച്ചിട്ടില്ല. ചിലപ്പോൾ അത് പിന്നീട് അപ്ഡേറ്റ് വന്നേക്കാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് വേണ്ട കോഴ്സും കോളേജും തീരുമാനിച്ചിട്ട് മാത്രം ആ ഒരു കമ്പ്യൂട്ടർ സെന്ററിലേക്ക് പോവുക. നമ്മുടെ ഈ ഒരു വിജ്ഞാപനത്തിൽ തന്നെ ഓർഡറിൽ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്ന കോളേജ് ഇടുക്കിയാണ്. അപ്പോൾ ആ ഒരു ഓർഡർ അതുപോലെ എടുത്ത് വയ്ക്കാണ്ട് നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സാണോ പഠിക്കേണ്ടതെന്ന ലിസ്റ്റ് നേരത്തെ പ്രിപ്പയർ ചെയ്യുക. നമുക്കിപ്പോൾ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും വയ്ക്കാമെന്ന് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സിഇടിയിലാണ് പഠിക്കണമെങ്കിൽ സിഇടിയിലെ എല്ലാ കോഴ്സുകളും ആദ്യം വയ്ക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റിലാണ് പഠിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള എല്ലാ കോളേജുകളും ആദ്യം വയ്ക്കാം. ആ ഒരു കോഴ്സും കോളേജും കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ആയിട്ട് വച്ചുകൊണ്ടിരിക്കാം എന്നൊരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അത് തന്നെ ഈ ഘട്ടത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ഓപ്ഷനുകൾ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ ഡേറ്റുകൾ വരുന്നത് ഇന്ന് 11-ാം തീയതി വെബ്സൈറ്റിൽ ഇന്നലെ തൊട്ട് ആ ഒരു വെബ്സൈറ്റിൽ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു. 16-ാം തീയതി നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്നു. 17-ാം തീയതി ആയിരിക്കും നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് വരുന്നത്. ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്കൊരു ട്രയൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ ട്രയൽ അഡ്മിഷൻ കിട്ടി, അതിൽ ഫീസോ കാര്യങ്ങളോ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെന്റ് എന്ന രീതിയിൽ തന്നെയായിരിക്കും വരുന്നത്. ദെൻ 18-ാം തീയതി ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓരോ കോളേജുകളിലും പോയി അവിടെ എത്രയാണോ ഫീസ് അടയ്ക്കേണ്ടത് ആ ഒരു ഫീസ് അടച്ചതിന് ശേഷം ആ ഒരു കോളേജിലെ സീറ്റ് നിങ്ങൾ ഉറപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ആ ഒരു കോളേജിൽ പോയി ഫീസ് അടയ്ക്കാത്ത പക്ഷം നിങ്ങളുടെ അവിടുത്തെ സീറ്റ് റദ്ദാക്കുന്നതായിരിക്കും. ആ ഒരു ഫീസ് അടയ്ക്കാനായിട്ട് നിങ്ങളുടെ സമയം 21-ാം തീയതി 4 മണി വരെയാണ്. വൈകുന്നേരം 4 മണി വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ പോയി ആ ഒരു ഫീസ് അടയ്ക്കണം. ദെൻ നമുക്കിപ്പോൾ താഴേക്ക് വരുമ്പോൾ നിർദ്ദേശാനുസൃത സംവരണം പറഞ്ഞിട്ടുണ്ട്. സംവരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോ കോളേജുകളിലും എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്നും അതും ഓരോ കോളേജുകളിലും എത്രയാണ് മെറിറ്റ് പെർസെൻറ്റേജ് എന്നും കാണിക്കുന്നുണ്ട്. മെയിൻലി വരുന്നത് സ്റ്റേറ്റ് മെറിറ്റ് 50% സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സംവരണക്കാർക്ക് 10%, സാമൂഹ്യവും വിദ്യാഭ്യാസപരമായ പിന്നാക്ക സമുദായക്കാർക്ക് 30%, പിന്നെ താഴേക്ക് ഈഴവ, മുസ്ലിം, മറ്റു പിന്നോക്ക, ഹിന്ദു വിഭാഗക്കാർ, ലാറ്റിൻ, കത്തോലിക്ക തുടങ്ങിയവർക്ക് 9, 5 അങ്ങനത്തെ സംവരണം എല്ലാ കോളേജുകളിലും വരുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ്. നിങ്ങളിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ പോകുമ്പോൾ നിങ്ങളുടെ നിർദ്ദിഷ്ട ഫീസ് അവിടെ അടയ്ക്കേണ്ടതുണ്ട്. അത് ജനറൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷാ കമ്മീഷണർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയി 2000 രൂപയാണ് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത്. ഈ 2000 രൂപ നിങ്ങളൊരു കോളേജുകളിൽ പ്രവേശനം നേടുമ്പോൾ അവിടുത്തെ ട്യൂഷൻ ഫീസിൽ നിന്നും ഇളവ് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പൊ ട്യൂഷൻ ഫീസ് 40,000 ആണെങ്കിൽ നിങ്ങൾ 2000 രൂപ കെട്ടി ബാക്കി 38,000 രൂപ നിങ്ങൾ കൊടുത്താൽ മതിയാവും. ദെൻ ഇവിടെ പറയുന്നുണ്ട് SC, ST, OECക്ക് തുല്യമായ ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ട
സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ സി ചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ അപേക്ഷകരില്ല 500 രൂപയായിരിക്കും നിങ്ങളുടെ ആ ഒരു ട്യൂഷൻ ഫീസായിട്ട് കൊടുക്കേണ്ടത്. ആ ഒരു ട്യൂഷൻ ഫീസും നിങ്ങളുടെ കോഷൻ ഡെപ്പോസിറ്റ്, കോളേജുകളിൽ പ്രവേശിക്കുമ്പോഴുള്ള കോഷൻ ഡെപ്പോസിറ്റിൽ നിന്നും മൈനസ് ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഇപ്പം കൊടുക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും. അത് തിരിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ കൃത്യമായ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഒരിക്കലും അക്ഷയ സെന്ററിലെ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് അല്ല കൊടുക്കേണ്ടത്. നിങ്ങളുടെ പാരന്റ്സിന്റെയോ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതിക്കൊണ്ട് പോയിട്ട് അവിടെ കൊടുക്കണം. ദെൻ ഓരോ കോളേജുകളിലുമുള്ള ആ ഒരു സീറ്റിന്റെ ഇത് പറയുന്നുണ്ട്, റേഷ്യോ പറയുന്നുണ്ട്. KEAPന്റെ അണ്ടറിൽ വരുന്നതാണെങ്കിൽ മെറിറ്റ് സീറ്റ് 95%, 5% മാനേജ്മെന്റ് സീറ്റുമായിരിക്കും. അതുപോലെ തന്നെ തിരുവനന്തപുരം പാപ്പനംകോട് ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 50% മെറിറ്റ്, 35% മാനേജ്മെന്റ് സീറ്റുമാണ്. അങ്ങനെ ഓരോ കോളേജുകളുടെയും മാനേജ്മെന്റ് മെറിറ്റ് റേഷ്യോ ഇവിടെ പറയുന്നുണ്ട്. ദെൻ കൃത്യമായി പറയുന്ന ഒരു കാര്യം വാർഷിക ഫീസ് ഘടനയാണ്. അത് ഗവൺമെന്റ് എയ്ഡഡ്, ഓട്ടോണോമസ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളാണെങ്കിൽ 8650 രൂപ. ഗവൺമെന്റ് ആയാലും എയ്ഡഡ് ആയാലും ഓട്ടോണോമസ് എയ്ഡഡ് ആയാലും 8650 രൂപയാണ് നിങ്ങൾക്ക് പെർ ഇയർ ആ ഒരു ഇതായിട്ട് വരുന്നത്. ദെൻ ഫീസായിട്ട് വരുന്നത്. ദെൻ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് ആണെങ്കിൽ അവിടെ 2 രീതിയിലുള്ള ഫീസ് വരുന്നുണ്ട്. ഒന്ന് ലോവർ ഫീ സീറ്റും ഒന്ന് ഫുൾ ഫീ സീറ്റ്. ലോവർ ഫീ സീറ്റാണ് നമ്മളുടെ മെറിറ്റ് സീറ്റ്, ഫുൾ ഫീ സീറ്റ് നമ്മുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റ് ആയിരിക്കും. അത് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജുകൾക്ക് 36,750 രൂപ മെറിറ്റ് ഫീയും ഫുൾ ഫീ 68,250 രൂപയുമാണ്. പിന്നെ SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണെങ്കിൽ മെറിറ്റ് 44,000 സംതിങ്, ഫുൾ ഫീ 83,000 സംതിങ് ആണ്. അതുപോലെ ഓരോ IHRDയുടെ അണ്ടറിൽ വരുന്ന കോളേജുകളാണെങ്കിൽ 45,000 മെറിറ്റ് ഫീയും ഒരു ഏകദേശം 75,000 റേഞ്ചിൽ നമ്മുടെ ഫുൾ ഫീ അതായത് മാനേജ്മെന്റ് ഫീസും വരുന്നുണ്ട്. ദെൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ, ചേർത്തല, കരുനാഗപ്പള്ളി, ആറ്റിങ്ങൽ, കൊട്ടാരക്കര തുടങ്ങിയവയിൽ മെറിറ്റ് ഫീ 42,000, ഫുൾ ഫീ 68,000 സംതിങ്ങുമാണ് വരുന്നത്. അങ്ങനെ ഓരോ കോളേജുകളിലും നിർദ്ദിഷ്ടമായ ഫീസ്, മെറിറ്റ് ഫീസും അതുപോലെ തന്നെ മാനേജ്മെന്റ് ഫീസും നമ്മുടെ ഈ ഒരു വിജ്ഞാപനത്തിന്റെ കൂടെ അവർ തന്നിട്ടുണ്ട്. ദെൻ താഴേക്ക് വരുമ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമായ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ നിന്നും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ പോവാം. ഇൻ കേസ് അതിനുള്ള ഓപ്ഷൻസോ സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയെടുത്തുള്ള ഫെസിലിറ്റേഷൻ സെന്ററിലൂടെ ഓപ്ഷൻ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം. ഇത് ചില കോളേജുകളിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതൊക്കെ കോളേജുകൾ ഉണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് സർക്കാർ തന്നെ ചില കോളേജുകളിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുവാനുള്ള ആ ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ള ചില കോളേജുകളുണ്ട്. അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തന്നെ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻസ് നടത്താൻ പറ്റും. ദെൻ ടോക്കൺ ഡെപ്പോസിറ്റ് ഫീസ് എന്ന് പറഞ്ഞൊരു ഫീസ് നമുക്ക് വരുന്നുണ്ട്. സർക്കാർ എയ്ഡഡ് സ്വയംഭരണ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ഫീസും അടച്ച് അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണ്. സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് സ്വകാര്യ, സ്വാശ്രയ സംഭരണ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പേരിൽ 8,000 രൂപ ടോക്കൺ ഡെപ്പോസിറ്റായി ഹെഡ് പോസ്റ്റ് ഓഫീസിലോ ഓൺലൈൻ മുഖേനയോ അടയ്ക്കേണ്ടതാണ്. അതായത് സർക്കാർ എയ്ഡഡ് സ്വയംഭരണ കോളേജുകളിലേക്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ ഫീസും ഏകദേശം 8,000 രൂപയോളം നിങ്ങളുടെ ഫീസായി അടയ്ക്കേണ്ടതാണ്. ഇതിൽ തന്നെ സർക്കാർ സീറ്റിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് SC, ST, OEC ഒക്കെ തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് സർക്കാർ സീറ്റിലാണ് ആ ഒരു അലോട്ട്മെന്റ് ലഭിക്കുന്നതെങ്കിൽ അവർക്ക് ടോക്കൺ ഫീസ് 500 രൂപ മാത്രമേ ആകുന്നുള്ളൂ. പ്യൂർലി ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ ടോക്കൺ ഫീസ് 500 രൂപ മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ സർക്കാർ കോസ്റ്റ് ഷെയറിങ്ങോ അതുപോലെ തന്നെ മറ്റ് സ്വാശ്രയ മാനേജ്മെന്റ് കോളേജുകളാണെങ്കിൽ ആ ഒരു SC, ST വിഭാഗക്കാരും 8,000 രൂപ അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആ ഒരു മാനേജ്മെന്റ് കോളേജുകളിൽ ഈ ഒരു ടോക്കൺ ഫീസിന് ഇളവ് വരുത്തിയിട്ടില്ല. എന്താണോ ജനറൽ വിഭാഗക്കാർ അടയ്ക്കുന്നത് ആ ഒരു ഫീസ് തന്നെ മാനേജ്മെന്റ് സീറ്റിൽ കിട്ടുന്ന SC, ST ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ, ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളും 8,000 രൂപ തന്നെ അടയ്ക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ദെൻ ഈ ഘട്ടത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള ഓപ്ഷനുകൾ തുടർന്നുള്ള ഘട്ടങ്ങളിൽ പുതുതായി നൽകാൻ സാധിക്കുന്നില്ല. അതായത് ഇപ്പോഴും എഡിറ്റ് ഓപ്ഷൻ എന്നൊരു കാര്യം ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് നമുക്കിതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം അനക്ഷറിൽ നമ്മുടെ കോളേജിന്റെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇടുക്കിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല, നിങ്ങൾ ആ ഒരു വിജ്ഞാപനം എടുത്ത് നോക്കിയാലും അറിയാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൈനാവ് ഇടുക്കി, ദെൻ കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, ആ ഒരു രീതിയിലാണ് ആ ഒരു അനക്ഷറിൽ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ പോയി ഇതങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഇടുക്കിയിൽ താരതമ്യേന റാങ്ക് ഒക്കെ കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഇടുക്കി തന്നെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ താഴേക്കുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിപ്പോൾ പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷനും ചെയ്യാൻ പറ്റില്ല.
നമുക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മുടെ ഏറ്റവും ടോപ്പ് ഉള്ള ഓപ്ഷനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ താഴോട്ടുള്ള ലോവർ ഓപ്ഷൻസ് ഡിലീറ്റ് ആയി പോകും. ആ ഒരു കോളേജുകളിൽ പിന്നീട് നമുക്ക് അഡ്മിഷനിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ അറിയുമോ അറിയില്ല, പക്ഷെ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ആഗ്രഹമുള്ള കോളേജും കോഴ്സും നിങ്ങൾ എവിടെ വെക്കണം? ഏറ്റവും ടോപ്പിൽ വെക്കണം. ദെൻ സെക്കൻഡ് ഇൻട്രസ്റ്റ് രണ്ടാമതായിട്ട് വെക്കണം. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സെറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്തൊരു കോളേജ് ഓപ്ഷനിൽ വയ്ക്കാതിരിക്കുക. അത് ഒട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ 25 ഫില്ല് ചെയ്യാൻ വേണ്ടി റൗണ്ടായി 25 ഓപ്ഷൻ ആക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളൊരു കോളേജ് അഡീഷണൽ കൊടുത്തെന്നിരിക്കും. അങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയെങ്കിൽ നിങ്ങൾ ഉറപ്പായും അവിടെ പോയി ഫീസ് അടച്ച് ആ ഒരു സീറ്റ് ഉറപ്പിച്ചാൽ മാത്രമേ തുടർന്നുള്ള അടുത്ത അഡ്മിഷനിൽ നിങ്ങളെ പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജുകൾ നിങ്ങൾ വയ്ക്കാണ്ടിരിക്കുക, കൂടുതലും വയ്ക്കാണ്ടിരിക്കുക എന്നൊരു കാര്യം പറയാനുണ്ട്. ദെൻ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എയ്ഡഡ് ആയാലും ഓട്ടോണോമസ് ആയാലും ഗവൺമെന്റ് ആയാലും കോളേജുകളുടെ എല്ലാം ലിസ്റ്റ് നമ്മുടെ വിജ്ഞാപനത്തിൽ കാണിക്കുന്നുണ്ട്. 16-ാം തീയതിക്കുള്ളിൽ എല്ലാ വിദ്യാർത്ഥികളും പോയി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല കോളേജസും കോഴ്സസും ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. നിങ്ങൾക്ക് അർഹിച്ച കോളേജുകളും സീറ്റും തന്നെ കിട്ടാൻ നമുക്ക് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വീഡിയോകളിൽ ഈ കീമുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഏത് രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്. ആ ഒരു അക്കൗണ്ടിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അവിടെ വന്ന് നമുക്ക് സംശയങ്ങൾ നേരിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇനി അങ്ങനെയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും കൺഫ്യൂഷൻസോ വരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്താൽ ഞങ്ങളാൽ പറ്റുന്ന ഐഡിയ വെച്ചിട്ട് എങ്ങനെ റീ അറേഞ്ച് ചെയ്യാം എന്ന രീതിയിലുള്ള സജഷൻസ് ഞങ്ങൾക്ക് തരാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു കോളേജ് പ്രെഡിക്റ്ററിന്റെ ഒരു ലിങ്ക് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് നിങ്ങളിലേക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ എത്തിച്ചിട്ടുള്ളതാണ്. ആ ഒരു ലിങ്കിൽ നമ്മുടെ ആ ഒരു റാങ്കും കാറ്റഗറി ലിസ്റ്റും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കോഴ്സും നിങ്ങൾക്ക് പറ്റിയ കോളേജും ഒരു ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് വന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഈ ഒരു ജേണിയിൽ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ അലോട്ട്മെന്റ് തുടങ്ങിയ എല്ലാ ജേണിയിലും നിങ്ങൾക്ക് സപ്പോർട്ടായി നിങ്ങളിലേക്ക് എത്തിക്കേണ്ട നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും വേഗം നിങ്ങളിൽ എത്തിക്കുന്ന ഒരു ചാനലായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണ. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടർന്നോളൂ. മറ്റ് അപ്ഡേറ്റുകളുമായി നമുക്ക് ഉടനെ കാണാം. ബൈ.